സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തിലോപ്പിയ മീനുകളെ കാണിക്കുകയാണ്. നമ്മുടെ പടുതാക്കുളത്തിലെ മീനുകളാണ്. ഒരു തവണ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നാലഞ്ച് നമ്മൾ കുഞ്ഞുങ്ങളെ അതിനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വലുതായി, അത്യാവശ്യം നല്ല സൈസായി. അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ, അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണിക്കുകയാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുളം. കുറച്ച് പൈപ്പുകളൊക്കെ അവിടെ എനിക്ക് എടുക്കുന്നുണ്ട്. പറമ്പിലുണ്ടായിരുന്ന കുറച്ച് പൈപ്പുകളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളം. ഇത് അത്യാവശ്യം കണ്ട മീനുകൾ ഇതിലിങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ പടുത ഷീറ്റ് ഇങ്ങനെ മറിഞ്ഞ് കിടക്കണം വെള്ളത്തിലേക്ക്. കാര്യമായിട്ട് ഇപ്പോൾ നോക്കാറൊന്നുമില്ല, പഴയ പോലെ ഒന്നും ഇപ്പോൾ നോക്കാറില്ല. അപ്പോൾ മീനുകളെ ഫ്രീ ആണ്. വെള്ളം മുഴുവൻ കലങ്ങി കിടക്കാനുണ്ടോ. ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളിത്, ഈ കുഞ്ഞുങ്ങൾ ഒരു 2-2.5-3 മാസമൊക്കെ ആയിരുന്നു തോന്നുന്നു. സാധാരണ നമ്മളിങ്ങനെ കുളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തുനിന്നാണ് മീനുകൾ വാങ്ങാറ്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഒരു 2.5-3 മാസം കൊണ്ട് അത്യാവശ്യം, അല്ലെങ്കിൽ പോട്ടെ ഒരു 5 മാസം കൊണ്ട് അത്യാവശ്യം വലിപ്പം വരേണ്ടതാണ്. ഇതിപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടും വലിയ വലിപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടത്, കുളത്തിൽ ഇതുപോലെ മീൻ കുഞ്ഞുങ്ങൾ നമ്മുടെ കുളത്തിൽ പാറ്റി കിട്ടുന്ന മീനുകൾക്ക് അധികം വലിപ്പം വരാറില്ല. എന്തോ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങി അവയെ വളർത്തുകയാണെങ്കിൽ അവയുടെ പ്രജനനം നടക്കുന്നതിന് മുൻപാണെങ്കിൽ അവ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വലുതായി മുട്ടയിട്ട് നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങൾ പിന്നെ പെട്ടെന്ന് വലുതാവില്ല എന്നുള്ളൊരു സംഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് കുളത്തിൽ എന്താ പറയുക, കുറേ നാളായിട്ട് ഞാനിതിൻ്റെ വെള്ളമൊന്നും മാറ്റാറില്ല. അപ്പോൾ അവയുടെ വേസ്റ്റ് ഇങ്ങനെ കിടന്ന അത്യാവശ്യം അമോണിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗ്രോത്ത് ഇല്ലാത്ത. കാണാൻ പറ്റുന്നുണ്ട്, മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഓരോന്ന് പിടിക്കാനൊന്ന് ശ്രമിക്കാം. ഞാൻ ഓൾറെഡി ഇവർക്ക് തീറ്റ കൊടുത്തു. അതാണ് നമ്മുടെ ഭാഗത്തേക്ക് എടുക്കണില്ല. ഇവർ ആ സൈഡിലേക്ക് കയറി കളിക്കാൻ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അറ്റാക്ക് ചെയ്യാനുള്ള ചെറിയൊരു ശ്രമത്തിലാണ്, പക്ഷെ വരുന്നില്ല, ആ ഭാഗത്തേക്ക് വരുന്നില്ല. കുഞ്ഞുങ്ങളാണ് താഴെ. ഇതിൻ്റെ പേരൻസ് നമുക്ക് കാണാം, അത്യാവശ്യം വലുപ്പമുള്ള പേരൻസ് തന്നെയാണ്. അപ്പോൾ അവരെ ഞാൻ പിടിക്കണില്ല. സുഹൃത്തുക്കളെ കണ്ടില്ലേ, നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് തീറ്റ എടുത്തിട്ട് വരാം. എന്നിട്ട് തീറ്റ ഇട്ടിട്ട് നമുക്ക് കൊടുത്ത് വരെ പറ്റിച്ച് പിടിക്കാം. നമ്മളുടെ ചെറിയ തീറ്റ പറ്റിക്കാൻ വേണ്ടി അവരെ പറ്റിച്ച് പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. കണ്ടില്ലേ, ഒരു അധികം വലിപ്പമൊന്നും ആയിട്ടില്ലേ. നമ്മുടെ നാട്ടിലെ ചെറിയൊരു കരിപ്പിടി പോലെ ഇപ്പോൾ കണ്ടാൽ തോന്നുള്ളൂ. വലിയ വലിപ്പമൊന്നുമില്ല. ഞാൻ 2 നേരമായിട്ട് നമുക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനെ ക്ലീൻ ചെയ്തിട്ട്, വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ, അതായത് ഞാനിത് വാങ്ങിയിട്ടുള്ള സമയം, പടുതാക്കുളം കുത്തിയ കാര്യങ്ങൾ, വിശേഷങ്ങൾ, അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. കണ്ടറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. എനിക്കിപ്പോൾ വലിയ ഇതാവുന്നില്ല. കാരണം ഈ രണ്ടാമത്തെ എനിക്ക് കുഞ്ഞുങ്ങളെ മുഴുവൻ കിട്ടിയത് ഇപ്പോൾ ഒരു 19 കുഞ്ഞുങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടിയത് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ നമുക്കതൊരു ലോട്ടറി അടിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് കാണിക്കും. ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക, ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ടില്ല, വല്ലപ്പോഴൊരു വീഡിയോസൊക്കെ ഇടും. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ചത്തു ഇങ്ങനെ കുറേ നേരം പിടിച്ചു കഴിഞ്ഞാൽ അവരതിൽ കിടന്ന് മറയട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ, ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ വെള്ളം കാണാൻ, അതായത് ഇപ്പോൾ ക്ലിയർ ഇല്ലല്ലോ, അപ്പോൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് നല്ലൊരു വീഡിയോ, അതിൻ്റെ പേരൻസിനേക്കും കാണിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.